ഹായ് ഹലോ മക്കളെ, എല്ലാവർക്കും ഫിറ്റ് മിസ്റ്ററി ബോക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ മലയാളത്തിലെ 4ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഭൂമിയിലെത്തിയ വിരുന്നുകാർ എന്നൊരു പാഠഭാഗമാണ്. കാഴ്ചകൾ കാണാൻ പോകുന്നവരെ, വീടിനകത്ത് ഒതുങ്ങിയിരുന്നാൽ എന്തറിയാനാണ്? വീടറിയാനും നാടറിയാനും പുറത്തിറങ്ങണം. വരൂ, നമുക്കൊരു യാത്ര പോകാം. ഹലോ ഗായ്സ്, ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്നറിയാമോ? ഇതാണ് കേരള കലാമണ്ഡലം. വരൂ എന്റെ കൂടെ. നോക്കൂ, ഇതാണ് മഹാകവി വള്ളത്തോളിന്റെ പ്രതിമ. അദ്ദേഹമാണ് കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ. തൊട്ടു വടക്കു വശത്തായി ഉയർന്ന കൊടിമരം കാണാം. അവിടെയാണ് കൂത്തമ്പലം. അതാ ദൂരെ നിന്ന് ചെണ്ടയുടെയും മദ്ദളത്തിന്റെയും ശബ്ദം കേൾക്കുന്നു. അതെ, അവിടെ കഥകളി പഠിപ്പിക്കുന്ന കളരികളാണ്. വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. കഥകളി കളരികൾക്കപ്പുറം ഇനിയുമുണ്ട് ധാരാളം കാണാൻ. ഓരോന്നോരോന്നായി നമുക്ക് കാണാം. അപ്പൊ എന്താണ് നിങ്ങൾക്കിത് കേട്ടപ്പോ എന്താണ് ഓർമ്മ വരുന്നത്? എവിടെയെങ്കിലും ഇതുപോലുള്ള ഒരു ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഹലോ ഗായ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിൽ വ്ളോഗ് ഒക്കെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കാണാം അല്ലെ. അവര് എന്താ പറയാ, ഈ ഹോം ടൂർ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, കേൾക്കാനായിട്ടൊക്കെ സാധിക്കും. ഹലോ ഗായ്സ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്നത്. അതുപോലെയുള്ള ഒരു ഹോം ടൂർ വീഡിയോ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പൊ താഴെ നോക്കൂ. നാം കാണുന്ന കാഴ്ചകളെ മറ്റുള്ളവർക്ക് കൂടി കണ്ടറിയത്തക്ക വിധം അവതരിപ്പിക്കുന്ന ഹോം ടൂർ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു ഹോം ടൂർ വീഡിയോ കണ്ടിട്ട് എഴുതിയതാണിത്. മുതിർന്നവരുടെ സഹായത്തോടു കൂടി നിങ്ങളും ഒരു ഹോം ടൂർ വീഡിയോ നിർമ്മിക്കൂ. വീട്ടിൽ വെച്ച് നിർമ്മിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്കൂളിൽ വെച്ച് വീഡിയോ തയ്യാറാക്കാൻ ടീച്ചർ നിങ്ങളെ സഹായിക്കും. അപ്പൊ എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മളിപ്പോ വീഡിയോയിലൊക്കെ കാണുന്നത് പോലെ ഒരു വ്ളോഗ് ചെയ്തതാണ്, ഒരു ഹോം ടൂർ വീഡിയോ ആണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഒരു ഹോം ടൂർ വീഡിയോ കണ്ടിട്ട് എഴുതിയതാണ് ഇപ്പൊ മുകളിൽ വായിച്ചത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? മുതിർന്നവരുടെ സഹായത്തോട് കൂടിയിട്ട് ഒരു ഹോം ടൂർ വീഡിയോ നിർമ്മിക്കുക. ഇപ്പൊ വീട്ടിൽ വെച്ച് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്കൂളിൽ വെച്ചിട്ട് വീഡിയോ തയ്യാറാക്കാൻ നിങ്ങളെ ടീച്ചർ സഹായിക്കും. അപ്പം അതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ. ഇനി അടുത്തത് നോക്കൂ. ഭൂമിയിൽ താമസിക്കുന്നവരുടെ യാത്രാനുഭവമാണ് നാം ഹോം ടൂറിൽ പങ്കുവച്ചത്. ഇനി ഭൂമി കാണാൻ വന്ന ചിലരുടെ യാത്രാനുഭവം വായിക്കൂ. ഭൂമിയിലെത്തിയ വിരുന്നുകാർ. ഡങ്കായും ഇങ്കായും ഇപ്പോൾ ഒരു തീവണ്ടിയിലാണ്. കടപ്പുറത്ത് നിന്ന് അവർ ഒരു വഴിയിലാണ് എത്തിയത്. അതിലൂടെ കുറച്ചു നേരം നടന്നപ്പോൾ അവർക്ക് കുറുകെയുണ്ട് ഒരു വലിയ വാഹനം നീണ്ടുകിടക്കുന്നു. വാഹനത്തിൽ നിറച്ചും മങ്ങിയ വെളിച്ചവും. ഇത് തീവണ്ടിയാണ്, മനുഷ്യർ യാത്ര ചെയ്യുന്ന വാഹനം. ഒരേ അകലത്തിൽ നീട്ടിയിട്ട പാളങ്ങളിലൂടെയാണ് ഇതിന്റെ യാത്ര. ഡങ്കായി ഇങ്കായിയോട് പറഞ്ഞു, നമുക്കൊന്ന് കയറി നോക്കിയാലോ ഡങ്കായി? കൊള്ളാം. ഡങ്കായിക്ക് മോഹമായി. ഭൂമിയിൽ വന്നിട്ട് മനുഷ്യൻ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിൽ കയറി നോക്കുക രസകരം തന്നെ. തിരിച്ചു ചെന്നാൽ കൂട്ടുകാരോട് പറയാൻ ഒരു വിശേഷവുമായി. അങ്ങനെയാണ് ഡങ്കായും ഇങ്കായും തീവണ്ടി മുറിയിൽ കയറിയത്. മങ്ങിയ വെളിച്ചത്തിൽ ഇരിപ്പിടങ്ങളിലും മുകളിലെ തട്ടുകളിലും നിറയെ യാത്രക്കാർ. എല്ലാവരും നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഭൂമിയിൽ മനുഷ്യർ കിടന്നുകൊണ്ടാണോ യാത്ര ചെയ്യുക? ഡങ്കായി ചോദിച്ചു. അവരുടെ ഗ്രഹത്തിൽ ആരും കിടന്നുകൊണ്ട് യാത്ര ചെയ്യാറില്ല. ഇരിപ്പിടത്തിൽ ചാരിയിരുന്നും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടുമാണ് അവർ യാത്ര ചെയ്യുക. ഇവിടെ ഭൂമിയിൽ വന്നിട്ട് ജോലി ചെയ്യുന്ന ഒരാളിനെയും കാണാനായില്ല ഇതുവരെ. പെട്ടെന്ന് ചൂളംവിളി ഉയർന്നു. വണ്ടി പതിയെ നീങ്ങി തുടങ്ങി. ഡങ്കായി ഇങ്കായി ഭയത്തോടെ വിളിച്ചു. സാരമില്ല, നമുക്ക് അടുത്ത താവളത്തിൽ ഇറങ്ങാം. ഒരു പക്ഷേ മുടിമുറിക്കുന്ന സ്ഥലം കാണാൻ പറ്റിയാലോ? അവർ തീവണ്ടി മുറിയിലൂടെ മുന്നോട്ട് നീങ്ങി. ആളുകളെല്ലാം ഒന്നിച്ചു കിടന്ന് വിശ്രമിക്കുകയാണ്. ഇങ്കായി പറഞ്ഞു, വിചിത്രം തന്നെ മനുഷ്യരുടെ കാര്യം. വിശ്രമിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച്. അവരുടെ ഗ്രഹത്തിൽ ക്ഷീണം തോന്നുന്നവർ വിശ്രമിക്കും, മറ്റുള്ളവർ ജോലി ചെയ്തുകൊണ്ടിരിക്കും. രാത്രിയായാലും പകലായാലും ഒന്നിച്ച് വിശ്രമിക്കുകയേയില്ല. മുറിയുടെ മറ്റേ അറ്റത്ത് എത്തിയപ്പോൾ ഇരുന്ന് യാത്ര ചെയ്യുന്ന 3 യാത്രക്കാർ. ആഹാ, വിശ്രമിക്കാതെ ഇരിക്കുന്ന ആളുകൾ, ഡങ്കായി മന്ത്രിച്ചു. അവർ യാത്രക്കാരുടെ മുന്നിലെത്തി. 3 പേരും ധരിച്ചിരിക്കുന്നത് ഒരുപോലുള്ള വേഷം. തലയിൽ തൊപ്പി, അരയിൽ പട്ട, കാക്കിയുടുപ്പ്, എന്തോ ഒരു ആയുധമുണ്ട് കയ്യിൽ. അതും കുത്തിപ്പിടിച്ച് കണ്ണടച്ച് പരസ്പരം തോളിൽ ചാരിയാണ് ഇരിപ്പ്. വണ്ടിയുടെ താളത്തിനൊത്ത് തലയും ഉടലും ആടിയുലയുന്നുമുണ്ട്. മുടി മുറിക്കുന്ന കാര്യം പറയേ, ഇങ്കായി മന്ത്രിച്ചു. ഡങ്കായി ആദ്യത്തെ യാത്രക്കാരന്റെ തോളിൽ തൊട്ടു. അയാൾ ചാടി എണീറ്റ് ഡങ്കായിയുടെ നേരെ നോക്കു ചൂണ്ടി. പിന്നെ കണ്ണുകൾ തുറച്ച് നിലവിളിച്ചുകൊണ്ട് ഒരൊറ്റ വീഴ്ച. ആ നിമിഷത്തിൽ മറ്റു 2 പേരും ചാടി എണീറ്റു. അവർ തോക്ക് ചൂണ്ടുക കൂടി ചെയ്തില്ല, മലർന്നു വീണു. ശബ്ദം കേട്ട് ഓടി വന്ന 2-3 യാത്രക്കാരും ഡങ്കായിയുടെ ഇങ്കായിയുടെയും മുമ്പിൽ ബോധമറ്റു വീഴുക തന്നെ ചെയ്തു. ഡങ്കായി, എന്തോ കുഴപ്പമുണ്ട്. ശരിയാ, ഇത് ആചാരമൊന്നുമല്ല, തീർച്ച. അപ്പോൾ ഒരു പൊട്ടിച്ചിരി കേട്ടു, കൈ കൊട്ടുന്ന ശബ്ദവും. ഏയ് മാണ്ടായി, ഒരു കുട്ടിയാണ്. മുകളിലെ തട്ടിലിരുന്ന് അവൻ അതിഥികളെ നോക്കി ചിരിക്കുകയാണ്.
ഡങ്കായും ഇങ്കായും ഒറ്റച്ചാട്ടത്തിന് അവന്റെ അരികിലെത്തി. ഞാൻ മാണ്ടായി അല്ല, ഡങ്കായി പറഞ്ഞു. മാണ്ടായി അല്ലെങ്കിൽ പോലീസുകാരെ പേടിപ്പിച്ചതെന്തിനാ? കുട്ടി ചോദിച്ചു. എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, മാണ്ടായിക്ക് ഉണ്ടക്കണ്ണും വലിയ ചെവിയും വാലും ഉണ്ടാവുന്ന്. ചീത്ത കുട്ടികളെയും വികൃതി കാട്ടുന്നവരെയും മാണ്ടായി പിടിച്ചോണ്ടോവും. കയ്യും കാലും കൂട്ടിക്കെട്ടി കണ്ണിൽ മുളക് തേച്ച് തീക്കനലിലൂടെ ഉരുട്ടും. വികൃതികളെ പാഠം പഠിപ്പിക്കാനാ. ഈ പോലീസുകാരെ പാഠം പഠിപ്പിക്കാൻ മാണ്ടായിയെ വിളിച്ച് കാത്തിരിക്കുകയായിരുന്നു ഞാൻ. എന്തായി പോലീസ് എന്ന് വെച്ചാൽ? ഇങ്കായി ചോദിച്ചു. കള്ളന്മാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കുന്നത് അവരാ, ഡങ്കായി പറഞ്ഞു. തീവണ്ടിയിൽ കള്ളൻ വരാതിരിക്കാനാവും അവർ ഇതിലിരിക്കുന്നത്. പോലീസുകാരെന്താ വികൃത കാട്ടിയേ? ഇങ്കായി ചോദിച്ചു. അവർ പാവക്കുട്ടികളെ വിൽക്കാൻ വന്ന മാമനെ വണ്ടിന്ന് താഴെ തള്ളിയിറക്കി. പാവം പാവക്കുട്ടികൾ ഒക്കെ നിലത്ത് വീണ് പൊട്ടിപ്പോയി. അവറ്റകൾ നിലവിളിച്ചപ്പോൾ മാമനും ഉറക്കെ കരഞ്ഞു. കുട്ടി വിതുമ്പി. സാരമില്ല, ഡങ്കായി സമാധാനിപ്പിച്ചു. എന്താ കൂട്ടുകാരന്റെ പേര്? ഉണ്ണിക്കുട്ടൻ. ഞാൻ മംഗലാപുരത്ത് മാമന്റെ വീട്ടിൽ പോയി വരിക. ഉണ്ണിക്കുട്ടൻ ഡങ്കായിയുടെ ചെവി പിടിച്ചൊന്നാട്ടി. മുടിയിൽ വിരൽ ഓടിച്ചു. വാലിൽ വെറുതെ തൊട്ടു നോക്കി. സത്യമായിട്ട് നിങ്ങൾ മാണ്ടായികളല്ലേ? ഞാൻ ഡങ്കായി, ഇവൻ ഇങ്കായി. ഞങ്ങൾ ദൂരെ ഒരു ഗ്രഹത്തിൽ നിന്ന് വരുന്നു. ഞങ്ങൾക്ക് ഭംഗിയായി മുടി വെട്ടണം. മുടിവെട്ടുകാരനെ തേടി ഇറങ്ങിയതാ ഞങ്ങൾ. നന്നായി. കോഴിക്കോടങ്ങാടിയിൽ ഒത്തിരി മുടിവെട്ടുകാരുണ്ട്, ഉണ്ണിക്കുട്ടൻ പറഞ്ഞു. അതെവിടെയാ? ഇനി വണ്ടി നിർത്തുന്നത് കോഴിക്കോട്ടാ. എന്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചു തരാം, ഉണ്ണിക്കുട്ടൻ പറഞ്ഞു. ഡങ്കായ്ക്കും ഇങ്കായ്ക്കും സന്തോഷമായി. ഉണ്ണിക്കുട്ട, നിങ്ങൾ മനുഷ്യർ ആരെ കണ്ടാലും മലർന്നു വീണ് ആദരിക്കുമോ? ഇങ്കായ് ചോദിച്ചു. മലർന്നു വീഴേ? ഉണ്ണിക്കുട്ടൻ ഒന്നും മനസ്സിലായില്ല. ദാ ആ പോലീസുകാർ ചെയ്തതുപോലെ, ഡങ്കായി പറഞ്ഞു. ഉണ്ണിക്കുട്ടന് ചിരി പൊട്ടി. പേടിത്തൊണ്ടന്മാർ, അങ്ങനെ വേണം. വണ്ടിയിൽ അപ്പം വിൽക്കാൻ വന്നവരെയൊക്കെ പേടിപ്പിച്ച് ഓടിച്ചില്ലേ ദുഷ്ടന്മാർ. ഡങ്കായും ഇങ്കായും പരസ്പരം നോക്കി. ഭൂമിയിലെത്തി വിരുന്നുകാർ. ഇത് എഴുതിയത് ജനു. ഇതിലെ പഠന പ്രവർത്തനങ്ങൾ നോക്കിയാലോ? യാത്രാനുഭവം മൗനമായി വായിക്കൂ. ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എന്തുകൊണ്ട്? ആരെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? എനിക്ക് ഉണ്ണിക്കുട്ടനെയാണ് ഈ കഥയിൽ ഇഷ്ടമായത്. മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള നിഷ്കളങ്കനായ ഒരു കുട്ടിയാണ് ഉണ്ണിക്കുട്ടൻ. കഥയിലെ ഡങ്കായെയും ഇങ്കായെയും സഹായിക്കാൻ അവൻ മനസ്സ് കാട്ടി. അടുത്തു നോക്കൂ. റോൾ പ്ലേ ആയി അവതരിപ്പിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ കണ്ടെത്തൂ. റോൾ പ്ലേ അവതരിപ്പിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യേണ്ട പ്രവർത്തനമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഭാഗം കണ്ടെത്തിയിട്ട് അത് റോൾ പ്ലേ ആയിട്ട് അവതരിപ്പിക്കുകയാണ് വേണ്ടത്. അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കിയാലോ? ഡങ്കായി: ഇത് തീവണ്ടിയാണ്, മനുഷ്യർ യാത്ര ചെയ്യുന്ന വാഹനം. ഒരേ അകലത്തിൽ നീട്ടിയിട്ട പാളങ്ങളിലൂടെയാണ് ഇതിന്റെ യാത്ര. ഇങ്കായി: നമുക്കൊന്ന് കയറി നോക്കിയാലോ ഡങ്കായി? ഡങ്കായിയുടെ മുഖത്ത് സന്തോഷം. ഡങ്കായും ഇങ്കായും തീവണ്ടിയിൽ കയറുന്നു. ഇങ്കായി: ഭൂമിയിൽ മനുഷ്യർ കിടന്നുകൊണ്ടാണോ യാത്ര ചെയ്യുന്നത്? പെട്ടെന്ന് ചൂളംവിളി ഉയരുന്നു. ഇങ്കായി ഡങ്കായി ഭയത്തോടെ വിളിക്കുന്നു. ഡങ്കായി: സാരമില്ല, നമുക്ക് അടുത്ത താവളത്തിൽ ഇറങ്ങാം. ഒരു പക്ഷേ മുടി മുറിക്കുന്ന സ്ഥലം കാണാൻ പറ്റിയാലോ? അവർ തീവണ്ടി മുറിയിലൂടെ മുന്നോട്ട് നീങ്ങുന്നു. ഇങ്കായി: വിചിത്രം തന്നെ മനുഷ്യരുടെ കാര്യം. വിശ്രമിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച്. മുറിയുടെ മറ്റേ അറ്റത്ത് എത്തിയപ്പോൾ ഇരുന്ന് യാത്ര ചെയ്യുന്ന 3 യാത്രക്കാരെ കാണുന്നു. ആഹാ, വിശ്രമിക്കാതെ ഇരിക്കുന്ന ആളുകൾ. ഡങ്കായി മന്ത്രിക്കുന്നു. ഇങ്കായി മുടി മുറിക്കുന്ന കാര്യം പറയേ. ഇങ്കായി പതുക്കെ പറയുന്നു. ഡങ്കായി ആദ്യത്തെ യാത്രക്കാരന്റെ തോളിൽ തൊടുമ്പോൾ അയാൾ ചാടി എണീറ്റ് തോക്ക് ചൂണ്ടുന്നു. കണ്ണുകൾ തുറപ്പിച്ച് നിലവിളിച്ചുകൊണ്ട് വീഴുന്നു. മറ്റു 2 പേരും ചാടി എണീറ്റു ഡങ്കായി ഇങ്കായും കാണുമ്പോൾ ബോധം കെട്ടു വീഴുന്നു. ഇങ്കായി: ഡങ്കായി, എന്തോ കുഴപ്പമുണ്ട്. ഡങ്കായി: ശരിയാ, ഇത് ആചാരമൊന്നുമല്ല, തീർച്ച. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ നിങ്ങൾ റോൾ പ്ലേ ആയിട്ട് എഴുതി തയ്യാറാക്കി അവതരിപ്പിക്കണം ക്ലാസ്സിൽ. ഓക്കെ. ഇനി 2 ഉറുമ്പുകളുടെ യാത്രാനുഭവ കഥ വായിക്കൂ. രസകരമായ സന്ദർഭങ്ങൾ പാഠഭാഗത്ത് വരച്ചു ചേർക്കൂ. സവാരി. 2 ഉറുമ്പുകൾ ഒരു അപ്പൂപ്പൻ താടിയിൽ സവാരി പോവുകയായിരുന്നു. പാറിപ്പറന്ന് മടുത്തു. ഒന്നിറങ്ങിയാൽ മതിയായിരുന്നു. അത് പറയാൻ അവർക്കുണ്ടോ മിണ്ടാൻ കഴിയുക? നിർത്താനായി കുറെ ആംഗ്യം കാണിച്ചെങ്കിലും അപ്പൂപ്പൻ താടിക്ക് അതൊട്ട് മനസ്സിലായതുമില്ല. അതിനും മിണ്ടാൻ കഴിയില്ലായിരുന്നല്ലോ. അങ്ങനെയാണ് ഒന്ന് നിർത്തണേ എന്ന് ഒരു ഉറുമ്പും ആളിറങ്ങാനുണ്ട് എന്ന് മറ്റേ ഉറുമ്പും ഒരിലയിൽ എഴുതി കൊടുത്തത്. ഇല വായിച്ച് അപ്പൂപ്പൻ താടി ഒരു മരച്ചില്ലയിൽ തൂങ്ങി. പറന്ന് പറന്ന് വഴിമാറിപ്പോയ കാര്യം ഉറുമ്പുകൾ അറിഞ്ഞത് താഴെ എത്തിയപ്പോൾ മാത്രമാണ്. ഇനി എന്തു ചെയ്യും? വന്ന വഴിക്ക് എത്രയോ പുറകോട്ട് തന്നെ പോവേണ്ടിയിരിക്കുന്നു. ആള് കയറാനുണ്ടെന്ന് ഒരിലയിൽ എഴുതി അത് ഉയർത്തിപ്പിടിച്ച് മറ്റൊരു അപ്പൂപ്പൻ താടിക്കായി അവർ കാത്തുനിന്നു. എഴുതിയത് ഷിനോജ് രാജ്. എന്താണ്? വായിച്ചു 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 പോകുന്ന കഥകൾ എന്നതിൽ നിന്നൊരു കഥയാണ് ഇത്. ഇനി ഇതിലെ പഠന പ്രവർത്തനങ്ങൾ നോക്കൂ.
ഉറുമ്പുകൾ തിരിച്ചു പോവാനായി കാത്തുനിന്നു. പക്ഷേ ഒരപ്പൂപ്പൻ താടി പോലും ആ വഴി വന്നില്ല. പിന്നെ അവർക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? പറഞ്ഞു നോക്കൂ, എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ആ, അവർ വീണ്ടും കഷ്ടപ്പെട്ട് പുറകിലോട്ട് ഒരുപാട് ദൂരം തിരിച്ചു നടന്നിട്ടുണ്ടാകും. കുന്നുകൾ കയറി ഇറങ്ങുകയും പുഴ നീന്തി കടക്കേണ്ടിയും ഒക്കെ വന്നിട്ടുണ്ടാകാം. നടന്നു പോകുമ്പോൾ ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടുണ്ടാകാം. അടുത്ത പ്രവർത്തനം നോക്കൂ. ഇത് ഉറുമ്പുകളുടെ സവാരിക്കഥ. നിങ്ങൾക്കും യാത്ര ചെയ്തതിന്റെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. ആ അനുഭവങ്ങൾ എഴുതൂ. അപ്പൊ നിങ്ങൾ യാത്ര ചെയ്തതിന്റെ അനുഭവം എഴുതാനാണ് പറയുന്നത്. എങ്ങനെയാണ്? അച്ഛനോടും അമ്മയോടും അനിയന്മാരോടും ഒപ്പം വയനാട്ടിലേക്കുള്ള യാത്ര ഒരുപാട് രസകരവും സന്തോഷവും നിറഞ്ഞതുമായിരുന്നു. ചുരം കയറുമ്പോൾ ഒരുപാട് മുകളിലേക്ക് ആകാശത്തേക്ക് കയറുന്ന പോലെയായിരുന്നു തോന്നിയിരുന്നത്. നല്ല തണുപ്പിൽ വഴിയരികിൽ ഇറങ്ങി കാഴ്ചകൾ കാണാൻ നല്ല രസമായിരുന്നു. വയനാട്ടിൽ കാടിന് നടുവിലുള്ള ഒരു റിസോർട്ടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. കിളികളുടെ ശബ്ദവും പാറക്കെട്ടുകൾക്കിടയിലൂടെ വെള്ളം ഒഴുകി വരുന്ന ശബ്ദവുമൊക്കെ കാതുകൾക്ക് ഇമ്പമുള്ളതായിരുന്നു. റിസോർട്ടിലെ സ്വിമ്മിംഗ് പൂളിൽ ഞങ്ങൾ ഒരുപാട് നീന്തി കളിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ പിന്നീട് കാന്തൻപാറ വെള്ളച്ചാട്ടവും കാരാപ്പുഴ ഡാമും കാണാൻ പോയി. തിരിച്ചു വരാൻ നേരം ഒരുപാട് സങ്കടം തോന്നി. അത്രയും രസകരമായിരുന്നു ആ യാത്ര. ഒരുപാട് നല്ല ഓർമ്മകളുമായിട്ടായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോന്നത്. ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്ത് വരുന്നത്. എല്ലാവരും നന്നായിട്ട് വായിച്ചു നോക്കുക. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ മക്കളെ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എന്താ പറയാ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാ മക്കൾക്കും ഗുഡ് ബൈ.